എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി സിംപ്ലിഫിക്കേഷനിൽ ഒരു ബേസിക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹെഡിങ് എഴുതാം. ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ. ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന എല്ലാവരും തമാശയോടെ കാണുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് a+b ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചത് മറന്നുപോയ ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab ആണ്. a+b ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab ആണ്. അതായത് ഈ a+b ഹോൾ സ്ക്വയർ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഫോർമുലയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് a-b ഹോൾ സ്ക്വയർ എഴുതാം. a-b ഹോൾ സ്ക്വയർ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കാം. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇവിടെ -2ab ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇവിടെ +2ab ആണ്, എന്നാൽ ഇവിടെ a-b ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? -2ab ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴും കമ്പൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത് എഴുതാൻ പോകുന്ന നിങ്ങൾ അധികം കാണാത്തൊരു ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്തൊരു ടൈപ്പാണ്. ഈ ഇക്വേഷൻ്റെ ഒരു ബാക്കിയായിട്ട് വരും, ശ്രദ്ധിക്കാം. a+b ഹോൾ സ്ക്വയർ പ്ലസ് a-b ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ പ്ലസ് രണ്ടാമത് പഠിച്ച ഇക്വേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട്, അല്ലെങ്കിൽ അത് എന്തായിരിക്കും അതിന്റെ ഫൈനൽ ടേം വരുന്നത് നമുക്ക് നോക്കാം. അതായത് a+b ഹോൾ സ്ക്വയർ പ്ലസ് a-b ഹോൾ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2 × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കിട്ടും. 2 × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത് എഴുതാം a+b ഹോൾ സ്ക്വയർ. നമ്മൾ തൊട്ട് മുൻ ചെയ്തത് പ്ലസ് ആണ്, ഇനി മൈനസ് ചെയ്യാം. a+b ഹോൾ സ്ക്വയർ മൈനസ് a-b ഹോൾ സ്ക്വയർ. ഓക്കെ, a+b ഹോൾ സ്ക്വയർ ഇവിടെ മൈനസ് a-b ഹോൾ സ്ക്വയർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ 4ab ആയിരിക്കും. ഓക്കെ, a+b ഹോൾ സ്ക്വയർ മൈനസ് a-b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4ab ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഇക്വേഷൻ എഴുതാം. a+b ഇൻറ്റു a-b. ഓക്കെ, a+b ഇൻറ്റു a-b എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. ഓക്കെ, a+b ഇൻറ്റു a-b ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ വരുന്നത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എഴുതാം. a ക്യൂബ് പ്ലസ് b ക്യൂബ്. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് സ്ക്വയറിന്റെ കാര്യങ്ങളായിരുന്നു. ഇനി അടുത്തത് ക്യൂബ് നോക്കാം. a ക്യൂബ് പ്ലസ് b ക്യൂബ്. a ക്യൂബ് പ്ലസ് b ക്യൂബ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിക്കാം. a+b ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, a ക്യൂബ് പ്ലസ് b ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a+b ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ a ക്യൂബ് മൈനസ് b ക്യൂബ്. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും മൈനസ് ആകുമ്പോൾ. ഇതിൻ്റെ അകത്തുള്ള ഈ a+b എന്തായിട്ട് മാറും? a മൈനസ് b ആയിട്ട് മാറും. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? പ്ലസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2, 4, 6, 7 ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ വരുന്ന ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് a+b ഹോൾ സ്ക്വയർ, a സ്ക്വയർ പ്ലസ്
ബി സ്ക്വയർ പ്ലസ് 2ab. രണ്ടാമത് പഠിച്ചത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. മൂന്നാമത് പഠിച്ചത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെ. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ പ്ലസ് രണ്ടാമത് പഠിച്ച ഇക്വേഷൻ എത്ര കിട്ടും? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നാലാമത്തെ ഇക്വേഷൻ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെ. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇത് മൈനസ് ആക്കി മാറ്റി. എന്താ നമ്മുടെ ഫൈനൽ ആൻസർ വരിക? 4 ഇൻറ്റു എ ബി. അഞ്ചാമത്തെ ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആറാമത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എന്താ വരുന്ന? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അടുത്തത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എന്താ വരുന്നത്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ 7 ഇക്വേഷൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് തറ ആയിരിക്കണം. ഈ ഇക്വേഷൻസ് തറ ആയി പഠിച്ചാൽ എന്താ പറ്റും? നമുക്ക് പല ആൻസറുകളും നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ 7 ഇക്വേഷൻസും കൃത്യമായിട്ട് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കാം. പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ഇക്വേഷൻ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ പ്ലസ് ബി ആണ്, ഇവിടെ മൈനസ് ബി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് വരുന്നു, നാലാമത്തെ ഇക്വേഷൻ ഇവിടെ മൈനസ് വരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, ഇവിടെ വരുന്നത് 4ab ആണ്. ഈ 2 ഇക്വേഷൻസും കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്ന അഞ്ചാമത്തത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ആറാമത്തെ 7ാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക. എ ക്യൂബ് പ്ലസ് ബി ക്യൂബും അതുപോലെ എ ക്യൂബും മൈനസ് ബി ക്യൂബും. ഇവിടെ ആകുമ്പോൾ പ്ലസ് ബി ആണ്, എ പ്ലസ് ബി ആണ്, ഇവിടെ എ മൈനസ് ബി ആണ്. ഇവിടെ എ സ്ക്വയർ മൈനസ് ആണ്, ഇവിടെ എ സ്ക്വയർ പ്ലസ് ആണ്. അത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 7 ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേന ഉപയോഗിക്കേണ്ട, ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് തരാം. എല്ലാവരും നോട്ട്സ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ പറയുന്ന ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് എഴുതി വെക്കുക. നമുക്കിവിടെ ജസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ ജസ്റ്റ് മാറ്റി എഴുതാം. ഓക്കെ, അതായത് ഈ 3ാമത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ 3ാമത്തെ ഇക്വേഷനും അതുപോലെ ഈ 4ാമത്തെ ഇക്വേഷനും നോക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ താഴെ എഴുതാൻ പോവാണ്. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതും. ഓക്കെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതി പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എഴുതി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അതിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി. ഈക്വേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതി. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഈ കാണുന്ന 3rd ഇക്വേഷനിൽ എന്ത് ചെയ്തു? ഈ കാണുന്ന ഈ ടേം നമ്മൾ സമത്തിന്റെ അപ്പുറത്ത് നിന്നും സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലേ. അതായത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ഏറ്റവും ബേസിക് ആണ്. നമ്മൾ ഈക്വലിന്റെ അപ്പുറമുള്ള ഒരാളെ ഇപ്പം മൾട്ടിപ്പിൾ ചെയ്ത് കിടക്കുന്ന ഒരാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആയിട്ട് മാറും അല്ലെ. ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇയാൾ എന്ത് ചെയ്യാണ്? ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും അല്ലെ. നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. ഇവിടെ ആരൊക്കെ ബാക്കി ഉണ്ടായിരിക്കുക അല്ലേ? ഈ നിൽക്കുന്ന 2 ആയിരിക്കും അവിടെ ബാക്കി ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുന്നു ഇപ്പുറം കൊണ്ടുപോകുന്നു, മൾട്ടിപ്പിൾ ആയി കിടക്കുന്ന ഒരാളെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അതുപോലെ ഡിവൈഡ്. ഇപ്പോൾ ഇയാൾ എന്താണ്? ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇക്വേഷൻ ആയത്. അപ്പോൾ ഇയാൾ താഴെയാണ് അല്ലേ, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇയാളെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഉള്ള ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ സമത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു അല്ലെ, അതായത് 2 ഇൻറ്റു ഇവിടുത്തെ ഇക്വേഷൻ പോലെ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവും. അതുപോലെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇയാൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്ത് മാറ്റം സംഭവിക്കുക? ഇയാളുടെ സൈന് പ്ലസ് ആണ്. അപ്പോൾ ഈക്വൽ ടുവിന്റെ അപ്പുറം പോയാൽ എന്തായിരിക്കും? പ്ലസ് മാറിയിട്ട് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ഇയാൾ മൈനസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് മാറിയിട്ട് പ്ലസ് ആയി വരും.
ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ മാത്സിലെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ആക്കി എഴുതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ നാലാമത്തെ ഇക്വേഷൻ നോക്കുക. നാലാമത്തെ ഇക്വേഷൻ നോക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഈ എ ബിയെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അവിടെ ഇൻറ്റു എ ബി എളുപ്പം വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും. ഈക്വൽ ടു എന്ത് എഴുതാം? ബാക്കി ആരാളുള്ളത് ഇവിടെ? 4 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 7 ഇക്വേഷൻ എഴുതിയാൽ താഴെ എന്ത് ചെയ്യുക? ഈ 2 സ്റ്റെപ്പും കൂടി എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് മാറ്റി എഴുതിയാണ്. അതായത് ഇവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ബാക്കിയുള്ളത് 2 ആണ്. ഇതിൻ്റെ ആൻസർ 2 ആയിരിക്കും. ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന ബാക്കിയുള്ള ആൻസർ എത്ര ആയിരിക്കും? അതിൻ്റെ ആൻസർ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ബോർഡിൽ എഴുതിയുള്ളത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഞാൻ വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ വലിയൊരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. ഓക്കെ, 67 + 43. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോളൂ. 67 + 43 ഹോൾ സ്ക്വയർ പ്ലസ് 67 മൈനസ് 43 ഹോൾ സ്ക്വയർ all divided by 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. നമുക്ക് വലിയൊരു പ്രോബ്ലം അല്ലേ? 67 + 43 ഹോൾ സ്ക്വയർ പ്ലസ് 67 മൈനസ് 43 ഹോൾ സ്ക്വയർ all divided by 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ. കാണുമ്പോൾ വളരെ വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ സെക്കൻഡോട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ നോക്കാം. 67 + 43, ഇവിടെ 67 മൈനസ് 43, ഇവിടെ 67 സ്ക്വയർ പ്ലസ് 43 സ്ക്വയർ. എല്ലാം എന്താണ്? ഒരേ സംഭവം തന്നെയാണ് അല്ലേ? 67 43, 67 43, താഴെ 67 43. ക്ലിയർ? ഇവിടെ നോക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കുക അല്ലേ? നമുക്ക് 67നെ എ ആയിട്ട് നോക്കാം അല്ലേ? 67 നമ്മൾ എ ആയിട്ട് എടുക്കുക. 67 എ വിചാരിക്കുക. 43 ബി എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ എയും ബിയും ഇവിടെ വന്നു അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. താഴെയുള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞു. 67 എ ആണ്. ഇവിടെ എ ആണെങ്കിൽ എ സ്ക്വയർ. 43 ബി ആണ്. ഇപ്പോൾ 43 എന്തായാലും ഇവിടെ ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നത് അല്ലേ? അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ? അതായത് ഈ ഒരു പ്രോബ്ലം നിൽക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഈ പ്രോബ്ലം നിൽക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊരു ഫോർമാറ്റിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് കിടക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ല. 60, 40, 100, 107, 107, 107, 110 സ്ക്വയർ പ്ലസ് 67 43 കുറച്ച് എത്ര കിട്ടും? 24 സ്ക്വയർ ഡിവൈഡ് ബൈ 67 സ്ക്വയർ, 67 × 67 ചെയ്യുക, കുറേ ചെയ്യുക. 43 സ്ക്വയർ, 43 × 43 ചെയ്യുക. എല്ലാം കൂടി കൂട്ടി എഴുതുക, ഡിവൈഡ് ബൈ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം നമുക്ക് ആൻസർ ചിലപ്പോൾ 2 കിട്ടും, ചിലപ്പോൾ 2 കിട്ടില്ല, തെറ്റിപ്പോകും എവിടെയെങ്കിലും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനിലെ ഇക്വേഷൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ജസ്റ്റ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആണ്, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആണ്, താഴെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1.987
1.987 plus 1.389 whole square plus 1.987 minus 1.389 whole square all divided by 1.987 square plus 1.389 square. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കിപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക്, നമ്മൾ ഈ ക്ലാസ് പഠിക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് ബേസിക് അറിയാത്ത ആളുകൾക്ക് അല്ലേ, ഈ ഒരു സംഭവം പഠിക്കാത്ത ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ മഹാസംഭവമാണ് അല്ലേ. 1.987 1.389 കൂട്ടുക, അതിന്റെ സ്ക്വയർ കാണാം, എന്നിട്ട് കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ കാണാം, ഡിവൈഡ് ചെയ്യുക, ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് അത് തമ്മിൽ കൂട്ടുക, മേലെ കിട്ടിയ ആൻസർ ഡിവൈഡ് ബൈ ഇതിന്റെ മൊത്തം ചെയ്യുക, അവസാനം എന്ത് കിട്ടും, നേരം വെളുക്കും, നമുക്ക് ആൻസർ കിട്ടുമ്പോഴേക്കും അല്ലേ. ഇവിടെ നോക്കുക, നമ്മൾ പഠിച്ച ഈ ഫോർമാറ്റിൽ ഏതൊരു ഫോർമാറ്റിലാണ് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇത് എ ആയി സങ്കല്പിക്കല്ലേ, ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി, ഇത് എ ബി എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇതിന് ആൻസർ എത്രയാണ്, ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ ആൻസർ 2 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, നമ്മൾ ഈ മെത്തേഡ് പഠിച്ചതിന്റെ ഗുണം മനസ്സിലായില്ലേ? ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഇരുന്നതിന്റെ ഗുണം മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.